ഹലോ നമസ്കാരം. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കൊപ്ര കൈകാര്യം ചെയ്യുന്നതും അതുപോലെ 40 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളതുമായ ഒരു കമ്പനിയാണ് ശബരിമലയിലെ കൊപ്രകളം. ഇത് ഓരോ പ്രാവശ്യവും ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊപ്രകൾ ഓരോ വലിയ വലിയ ബിസിനസ്സുകാരാണ് ലേലം വിളിച്ചെടുക്കാറ്. ഇപ്രാവശ്യത്തെ ചുമതല കർണാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനി 12 കോടിക്ക് മുകളിലാണ് അവർ വിളിച്ചെടുത്തത്. ഓരോ വർഷവും 1 കോടി 1.5 കോടി വ്യത്യാസത്തിലാണ് ലേലം നടക്കാറ്. ഇവിടെ 100-110ഓളം തൊഴിലാളികൾ ഇപ്രാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ തൊഴിലാളികൾ വെറും കൂലി അല്ലെങ്കിൽ പൈസ മാത്രം വിചാരിച്ച് വർക്ക് ചെയ്യുന്നവരല്ല. അയ്യപ്പൻ്റെ സന്നിധിയിലുള്ള ഓരോ ജോലിയും ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ് ഇവർ. ഇവിടെ വരുന്ന കൊപ്രകൾ 2 തരത്തിലാണ്. ഇവർ ഉപയോഗിക്കുന്ന ഈ കത്തി കണ്ടോ, ഇതിന് അതായത് ചുറ്റിക ആയിട്ടും ഉപയോഗിക്കാം, അതുപോലെ ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കത്തിയാണിത്. 2 തരത്തിലുള്ള കൊപ്രയാണ് ഇവിടെ വരുന്നത്. 18-ാം പടിക്കയിൽ ഉടക്കുന്ന തേങ്ങ, അത് ചിന്ന ഭിന്നായി കിടക്കുന്ന തേങ്ങകൾ. രണ്ടാമതായിട്ട് നെയ്ത്തേങ്ങ ആകുമ്പോൾ അതിന് നല്ല രീതിയിൽ ഷേപ്പും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ചിരട്ടയിൽ നിന്ന് ഈ തേങ്ങ ഇളക്കിയെടുക്കുന്നത് കണ്ടാൽ വളരെ പ്രയാസം തോന്നും. എന്നാലും ഇവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയും പരിചയസമ്പന്നതയും കൊണ്ട് വളരെ നിസ്സാരമായിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. ഒരിടത്ത് ചിരട്ടയിൽ നിന്നും കൊപ്ര ഇളക്കിയെടുക്കുകയാണെങ്കിൽ മറ്റേ തലക്കൽ അവർ കൊണ്ടുപോകാൻ ലോഡ് ചെയ്യുന്നു, ട്രാക്ടറിലാണ് ലോഡ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരിടത്താണെങ്കിൽ ആയ കൊപ്രകൾ അതായത് ചിരട്ടയിൽ നിന്നൊക്കെ ഇളക്കിയെടുത്തതിന് ശേഷം വെയിൽ കൊള്ളിക്കുന്നു. ഇത് അവസാന ലാപ്പിലുള്ള വെയിൽ കൊള്ളിക്കലാണ്. ഇനി ഒരു ദിവസം കൂടി വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ചാക്കിലാക്കിങ്ങാണ്ട് കൊപ്ര മില്ലിലേക്ക് കയറ്റുമതി ചെയ്യും. അതായത് പത്തനംതിട്ടയാണത്. ശബരിമല ക്ഷേത്രത്തോളം തന്നെ പഴക്കം കാണും ഈ കൊപ്രകളത്തിനും. പന്തള രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണിത്. ഇവിടെ ക്യാൻറ്റീൻ തൊഴിലാളികൾക്ക് കഴിക്കാനായിട്ട് ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ നല്ല അടിപൊളി ടേസ്റ്റ് പൊറാട്ടയും സോയാബീൻ കറിയും അതുപോലെ നല്ല ഇലയട, ഉണ്ട, ഇഡ്ഡലി, ദോശ എന്നിവ അടിപൊളി ടേസ്റ്റിൽ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ കൂടി ചെയ്യണേ.